വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡൻ ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി AP അനിൽകുമാർ ചരിത്ര വിജയം നേടുമെന്ന് KPCC അംഗം KT അജ്മൽ. മണ്ഡലത്തിലെ ഉയർന്ന പോളിംഗ് ശതമാനം UDFന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വണ്ടൂരിലെ മികച്ച പോളിംഗ് UDFന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും. മുമ്പെങ്ങുമില്ലാത്ത വിധം ജനങ്ങൾ വോട്ടിംഗ് ബൂത്തിലെത്തിയത് UDFന് അനുകൂലമായ തരംഗമാണെന്ന് അജ്മൽ വ്യക്തമാക്കി. AP അനിൽകുമാറിന് മണ്ഡലത്തിലുള്ള വലിയ സ്വീകാര്യത വിജയമുറപ്പിക്കാൻ സഹായിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഇടതുപക്ഷം അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിച്ചത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ടെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. 35,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം AP അനിൽകുമാറിന് ലഭിക്കുമെന്ന് അജ്മൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ UDF നേതൃത്വം ക്രോഡീകരിച്ചു വരികയാണെന്നും വരും ദിവസങ്ങളിൽ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉയർന്ന പോളിംഗ് ശതമാനം വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ ശുഭപ്രതീക്ഷയാണ്. 100% വലിയ വിജയമാണ് UDFനെ കാത്തിരിക്കുന്നത് എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിൽ വണ്ടൂർ നിയോജകമണ്ഡലത്തിലെ 257 ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഇന്ന് UDFന്റെ നേതൃയോഗമുണ്ട്. ഔദ്യോഗികമായ വിവരങ്ങൾ UDFന്റെ നേതൃത്വം തന്നെ നിങ്ങളുമായി പങ്കുവെക്കും. ഈ ഉയർന്ന പോളിംഗ് നിരക്ക്, മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള ഉയർന്ന പോളിംഗ് നിരക്ക് UDFന്റെ ഭൂരിപക്ഷം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കും. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളം ഭരിക്കുന്ന ഇടത് സർക്കാരിനെതിരെയുള്ള ജനവികാരം ഇത്തവണ വോട്ടായി മാറിയിട്ടുണ്ട്. ആളുകളെല്ലാവരും തന്നെ ഈ സർക്കാരിനെതിരെ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം. മറ്റൊന്ന്, വണ്ടൂർ നിയോജകമണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി നമ്മുടെ സിറ്റിംഗ് MLAയുമായ ശ്രീ AP അനിൽകുമാറിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത അത് ഇത്തവണ വലിയ തരത്തിൽ അത് വോട്ടായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പേഴ്സണൽ വോട്ട്, കാരണം ഇടതുപക്ഷം അദ്ദേഹത്തെ തെരഞ്ഞുപിടിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആക്രമിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ തരത്തിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന വണ്ടൂർ നിയോജകമണ്ഡലത്തിലെ സാധാരണക്കാരായ ജനവിഭാഗം എല്ലാവരും തന്നെ അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വണ്ടൂരിൽ ഒരൊറ്റ ജനകീയനായ ജനപ്രതിനിധിയേ ഉള്ളൂ, അത് AP അനിൽകുമാറാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വോട്ടിംഗ് ലീഡാണ് ഇത്തവണ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും അതൊക്കെ പോളിംഗിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. 35,000-ന് മുകളിൽ ഭൂരിപക്ഷം ഞങ്ങൾ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 100% ആത്മവിശ്വാസമാണ്. എല്ലാ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള ഏറ്റവും നല്ല പോസിറ്റീവായ വാർത്തകളാണ് വരുന്നത്. ഔദ്യോഗികമായി ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ പഞ്ചായത്തുകൾ തിരിച്ചുള്ള കണക്കുകളൊക്കെ UDFന്റെ നേതൃത്വം തന്നെ ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കും. ഇതുവരെ വണ്ടൂരിൽ MLAക്ക് കിട്ടാത്ത വലിയ ഭൂരിപക്ഷമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള 100% ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. വണ്ടൂർ എക്കാലവും UDFനൊപ്പം നിന്നിട്ടുണ്ടെന്നും ഇത്തവണ അത് കൂടുതൽ കരുത്തോടെ ആവർത്തിക്കുമെന്നും അജ്മൽ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.